الحمدلله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഈ കൊണ്ടോട്ടി പള്ളിയിലെ മസ്ജിദുൽ ഫതഹിൽ തുടർന്നു വരുന്ന വിശുദ്ധ ഖുർആൻ പഠനവേദിയുടെ ഭാഗമായി അതിൻ്റെ റമദാൻ പ്രോഗ്രാം 10 ദിവസം നീണ്ടു നിൽക്കുന്ന സൂറത്തുൽ വാഖിയ വചനപ്പൊരുളുകളിലൂടെയുള്ള യാത്രയാണിത്. അതിൻ്റെ 3-ാം ദിവസമാണിന്ന്. അള്ളാഹു ഈ ഒത്തുകൂടിയതുപോലെ ഇന്ന് നാം പറയാൻ പോകുന്ന ഉത്തമ വിഭാഗവും സ്വർഗവും എന്ന വിഷയത്തിൽ പ്രതിപാദിക്കുന്ന ആ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഉത്തമ വിഭാഗവും സ്വർഗവും എന്നാണ് എന്ന് നിങ്ങളോട് നേരത്തെ അറിയിച്ചതാണ്. ഇന്നലെ ചർച്ച ചെയ്തത് പരലോകത്ത് 3 വിഭാഗം ജനങ്ങൾ എന്നതാണ് ഇന്നലെ ചർച്ച ചെയ്തത്.
സാബിഖീങ്ങൾ അല്ലെങ്കിൽ മുഖറബീങ്ങൾ, അസ്ഹാബുൽ മൈമന അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മഷ്അമ അല്ലെങ്കിൽ അസ്ഹാബുൽ ഷിമാൽ എന്നൊക്കെ വിളിക്കപ്പെടുന്ന 3 വിഭാഗം. ഈ 3 വിഭാഗത്തിൻ്റെയും നേട്ടങ്ങളും കോട്ടങ്ങളും വിശദീകരിക്കുകയാണ് നാം. അതിനിടയിൽ തഫ്സീർ ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങളും കൂടെ പറഞ്ഞ് വ്യാഖ്യാനം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. 3 വിഭാഗത്തിൽ സാബിഖീങ്ങളെ ഇന്നലെ നമ്മൾ 3 വിഭാഗത്തെയും ഹ്രസ്വമായ ഒരു അവതരണം ഇന്നലെ നമ്മൾ നടത്തി. അതിലാദ്യം പറഞ്ഞത് സൗഭാഗ്യവാന്മാരായ കഷ്ടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന വിഭാഗത്തെക്കുറിച്ച്. രണ്ടാമത് പറഞ്ഞത് ആ ഹതഭാഗ്യരെക്കുറിച്ച്. മൂന്നാമത് പറഞ്ഞത് എ ഗ്രേഡുകാരായ വിഭാഗത്തെക്കുറിച്ച്, സാബിഖീങ്ങളെക്കുറിച്ച്. ആ സാബിഖീങ്ങൾ ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം. ഹ്രസ്വമായ അവതരണത്തിൽ അവർ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവരാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവരാണ്, രാജാതിരാജനായ തമ്പുരാന്റെ സാമീപ്യം നേടിയവരാണെന്ന് പറയുമ്പോൾ രാജാവിൻ്റെ തൊട്ടടുത്ത ആൾ എല്ലാ നിലക്കും സന്തോഷത്തിലും സന്തുഷ്ടിയിലുമായിരിക്കും, ഉറപ്പാണ്. പക്ഷെ അത് പലപ്പോഴും ദുനിയാവിൽ രാജാവിൻ്റെ വലങ്കൈയായാലും രാജാവിൻ്റെ തൊട്ടടുത്ത ആളായാലുമൊക്കെ ആ രാജാവിൻ്റെ അടുത്ത ആള് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലക്ക് അല്ലെങ്കിൽ വലങ്കൈ എന്ന നിലക്ക് അയാൾക്ക് ആസ്വദിക്കേണ്ട രാജകീയ പ്രൗഢി കിട്ടണമെങ്കിൽ ഒരുപാട് പാദസേവ ചെയ്യേണ്ടി വരും. രാജാവിൻ്റെ കാലൊരുപാട് പിടിക്കണം, ഒഴിഞ്ഞു കൊടുക്കണം, ഒരുപാട് ഹിദ്മ ചെയ്യേണ്ടി വരും. എന്നാൽ അങ്ങനെയാണോ രാജാതിരാജനായ തമ്പുരാന്റെ ആ സാമീപ്യത്തിന്റെ ആനന്ദം മുഖറബീങ്ങൾ സ്വർഗത്തിൽ അറിയുന്നത്? അല്ല, അതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞു. ഫീ ജന്നാത്തിൻ നഈം എന്ന് കൂട്ടിക്കൊടുക്കാൻ കാരണം അതാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ സാമീപ്യം നേടിയവരെന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ടും പ്രയാസങ്ങളുണ്ടോ? അവിടെ ചെന്നിട്ടും അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ടും അവരവിടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടി എന്ന് പറഞ്ഞാൽ തന്നെ അവരവിടെ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. പൂർണ്ണമായും നിയമവിലക്കുകളില്ലാത്ത സ്വതന്ത്ര ലോകം, അതാണ് ഭൂമി, ആ സ്വർഗലോകം. അള്ളാഹു തആല ആ ലോകത്ത് ആനന്ദിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെ നിങ്ങൾ കഷ്ടപ്പെടണ്ട, വിയർക്കണ്ട, തളരണ്ട, പൂർണ്ണമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ലോകമാണ്. അതാണ് സ്വർഗലോകത്തിന്റെ ചിത്രം. അതുകൊണ്ട് സ്വർഗത്തിലാണെന്നതുകൊണ്ട് ഇനി നിസ്കരിക്കാനില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അതേ സമയം തന്നെ ഈ പണികളൊക്കെ എടുക്കുന്നവരുണ്ടാകും, അത് വേറൊരു വിഭാഗം. ഇതൊക്കെ എടുക്കുന്നവർ കൂട്ടത്തിൽ ഉണ്ടാകും, അത് മറ്റൊരു വിഭാഗം. എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന് വേണ്ടി ഭൂമിയിൽ ചെയ്ത പണി ഹോബിയായിട്ട് ചെയ്യുന്നവരും നിർവഹിക്കുന്നവരും അവിടെ ഉണ്ടാകും. അത് ഇൻഷാ അല്ലാഹ് എൻ്റെ വിഷയത്തിൽ പറ്റിയെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കടന്നു വരും. അവിടെ ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യുകയും ചെയ്യാം. സ്വർഗത്തിൽ പോയിട്ട് കൃഷി ചെയ്യുന്നവരടക്കമുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കൃഷി ചെയ്യുന്നവരടക്കമുണ്ട് സ്വർഗത്തിൽ. സഹാബത്തിന് ഏറ്റവും രസിപ്പിച്ച സംഗതിയാണ് അതൊക്കെ, ഹബീബിന്റെ അവതരണം. അവിടെ ഭയങ്കരമായ തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ നടന്നതാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ പിന്നീട് പറയും. അപ്പൊ ഏതായാലും അള്ളാഹുവിന്റെ ആ സാമീപ്യത്തിന്റെ സുഖമറിയാൻ ഒരിക്കലും അവിടെ കട്ടപ്പെടേണ്ടതില്ല. എല്ലാ നിലക്കും നിനക്ക് ആനന്ദിക്കാം. നിയമവിലക്കുകളില്ലാത്ത ലോകം, അതാണ് സ്വർഗം. ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. മുൻഗാമികളിൽ ഒരു കൂട്ടം തന്നെയുണ്ട് മുഖറബീങ്ങൾ, പിൻഗാമികളിൽ വിരലെണ്ണാൻ പറ്റുന്ന മുത്തഖീങ്ങളെ കിട്ടുമെന്ന്, വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് അവർക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. അലാ സുറുരിൻ മൗദൂന, അലാ സുറുരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. അലാ സുറുരിൻ മൗദൂന, ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണ്ണക്കട്ടിലുകളിലാണ് അവർ ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ. അലാ സുറുരിൻ മൗദൂന,
മുത്തഖീന അലൈഹാ, ആ കട്ടിലുകൾ അവർ ചാരിയിരിക്കുന്നത് മുതഖാബിലീൻ, അഭിമുഖമായിട്ടാണ്, മുഖാമുഖം നോക്കിക്കൊണ്ടാണ്, മുഖാമുഖ സുഖം ആസ്വദിച്ചുകൊണ്ട് ആ ആനന്ദത്തിലും നിർവൃതിയിലുമാണ് അവരാ കട്ടിലിൽ ചാരിയിരിക്കുന്നത്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ആ സ്വർഗാവകാശികളുടെ മേലിൽ കുട്ടിത്വം വിടാത്ത പയ്യന്മാർ, കുട്ടിത്വം വിടാത്ത പയ്യന്മാര്, സ്വർഗീയ പയ്യന്മാര്, അവരങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്, ഓടി നടക്കുകയാണ്, സപ്ലൈ ചെയ്ത് ഓടി നടക്കുകയാണ്. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ, ജഗ്ഗുകളുണ്ട്, ജവനപാത്രങ്ങളുണ്ട്, കള്ളുകൾ നിറച്ച കപ്പുകളുണ്ട് അവരുടെ കയ്യിൽ. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ, കള്ളോ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ആ കള്ള് അകത്തു ചെന്നതുകൊണ്ട് ലഹരിബാധയുടെ തുടക്കമായ തലകറക്കമോ തലവേദനയോ അനുഭവപ്പെടില്ല. വലാ യുൻസിഫൂൻ, പാടമസ്തായി വീഴുന്ന അവസ്ഥയുമില്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴമുണ്ടവിടെ. ഏത് പഴമാ വേണ്ടത് തെരഞ്ഞെടുക്കാം. അതൊക്കെ സ്വർഗത്തിലെ മാത്രം സൗകര്യമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഓരോ ആയത്തും ഞാൻ വിശദീകരിക്കും. ആദ്യം ഉത്തമ വിഭാഗവും സ്വർഗവും അതൊന്ന് ചെറിയ രൂപത്തിൽ ഖുർആന പറഞ്ഞതുപോലെ ഒന്നിങ്ങ് പറയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വ്യാഖ്യാനിക്കാം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം കിട്ടും അവർക്ക്. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം, കോഴി വേണോ കോഴി, കാട വേണോ കാട, ഏതാ വേണ്ടതെങ്കിൽ അത് കിട്ടും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ വഹൂറുൻ ഈൻ, സ്വർഗീയ തരുണിമണികളുമുണ്ട് അവിടെ, ഹൂറുലിങ്ങൾ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ഇതൊക്കെ അവർ അധ്വാനിച്ചതിന് പ്രതിഫലമായി അല്ലാഹ് കൊടുക്കുകയാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, ഇല്ല ഇല്ല, സ്വർഗത്തിൽ ഒരനാവശ്യ വാക്ക് ഉയരുന്നത് കേൾക്കാൻ കഴിയില്ല, ഒരശ്ലീലം സ്വർഗത്തിൽ വെച്ച് കേൾക്കാൻ കഴിയില്ല, ഒരനാവശ്യം ഒരു തെറി പറയുന്നത് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. വലാ തഅസീമ, കുറ്റപ്പെടുത്തുന്ന ശബ്ദം, ഒരാൾക്ക് പാര വെക്കുന്ന ശബ്ദം സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. ഒരാളെ തെറി പറയുന്ന ശബ്ദം, വലാ തഅസീമ, കുറ്റപ്പെടുത്തുന്ന വാചകവും കേൾക്കാൻ കഴിയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, മാന്യതയുടെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ അസ്സലാമു അലൈക്കും എന്ന സുന്ദരമായ മന്ത്രധ്വനികളല്ലാതെ അവർക്കൊന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സ്വദഖല്ലാഹ്. ഇതാണ് ഉത്തമ വിഭാഗത്തിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ സ്വർഗം? ഇങ്ങനെ ഒരു 4-5 കേസ് അല്ല. മഹാന്മാർ പറഞ്ഞു, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു, സ്വർഗം ഒരിക്കലും പൂർണ്ണ ചിത്രം അള്ളാഹു സമർപ്പിച്ചിട്ടില്ല. അതാണ് ഖുർആനിലൂടെ പോലും അള്ളാഹു തആല സ്വർഗത്തിന്റെ പൂർണ്ണ ചിത്രം സമർപ്പിച്ചിട്ടില്ല. മസല് മാത്രമേ അല്ല പറഞ്ഞിട്ടുള്ളൂ. മസലുൽ ജന്ന, ഖുർആൻ അങ്ങനെയാ പരിചയപ്പെടുത്തിയത്. ഖുർആനിന്റെ സ്വർഗത്തിന്റെ മോഡൽ, സ്വർഗത്തിന്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എക്സാമ്പിളിന് വേണ്ടി. അപ്പൊ എത്ര പരിചയപ്പെടുത്തിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ഫോർ എക്സാമ്പിളേ ആയിട്ടുള്ളൂ. സ്വർഗത്തിന്റെ യഥാർത്ഥ ചിത്രം അത് നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് ചെന്നിട്ട് മാത്രം കാണേണ്ടതാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഫീഹാ മാലാ ഐനുൻ റഅത്, സ്വർഗത്തിൽ ഒരൊറ്റ കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹമുണ്ട്. വലാ ഉദുനുൻ സമിയത്, അവിടെയാണ് ഒറ്റ ചെവിയും കേട്ടിട്ടില്ലാത്ത സ്വർഗത്തിന്റെ മൊത്തം ചിത്രം ഖുർആനിലൂടെ പറയുക തന്നെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെവി എന്ന് പറയാൻ പറ്റില്ല. വലാ ഉദുനുൻ സമിയത്, ഒറ്റ ചെവിയും കേട്ടിട്ടില്ലാത്ത. അപ്പൊ ഇതൊക്കെ എക്സാമ്പിളിന് വേണ്ടിയുള്ള പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതൊന്നുമല്ല സ്വർഗം. സ്വർഗത്തിന്റെ ചെറിയ
മൂല അതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. സ്വർഗം ഒരിക്കലും ഖുർആനിൽ ചിത്രീകരിച്ചിട്ടില്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന അതിന്റെ മോഡൽ മാത്രം, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മോഡൽ മാത്രം ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. വലാ ഉദുനുൻ സമീഅത്ത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ മനസ്സിലും ഉദിച്ചിട്ടില്ലാത്ത, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സൗകര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനും കോലപ്പെടുത്താനും പോലും പറ്റാത്ത നിസ്തുലമായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. വലാ ഖതറ അലാ ഖൽബി ബശർ, അതാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് തീരൂല. നാളെ ശ്ലീലം മരീചികയായ വർത്തമാന ലോകം, ഇഹലോകം, അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അത് തീരുള്ളൂ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന്റെ തലക്കുന്ന് ചർച്ച തുടങ്ങുകയാണ്. അലാ സുറുരിൻ മൗദൂന, ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണ്ണക്കട്ടിലുകളിലാണ് അവർ കിടക്കുന്നതും ഇരിക്കുന്നതും. അലാ സുറുരിൻ മൗദൂന, മൗദൂന എന്ന് പറഞ്ഞാൽ അവിടുത്തെ കട്ടിലുകൾ സംവിധാനിച്ചിരിക്കുന്നത്, കട്ടിലുണ്ടാക്കിയിരിക്കുന്ന നൂല് അത് സ്വർണത്തിന്റെ നൂലാണ്. സ്വർണത്തിന്റെ പാളികളെ കൊണ്ടാണ് ആ കട്ടിൽ നെയ്തെടുത്തിരിക്കുന്നത്. അതും ഇടയിൽ ഗ്യാപ്പുള്ളതല്ല. ഗ്യാപ്പിട്ടാൽ കുറച്ച് സ്വർണം മതി കട്ടിലുണ്ടാക്കാൻ. ഗ്യാപ്പുള്ളതല്ല, ഇഴകൾ അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ ഇടതൂർത്തുണ്ടാക്കിയ സ്വർണ്ണക്കട്ടിലുകൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര കട്ടിയിലും കനത്തിലും ഇടതൂർത്ത് തന്നാലും അള്ളാഹുവിന്റെ ഖജനാവ് പൊളിയില്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങളടുത്തുള്ളത് എടുത്താൽ അങ്ങ് തീരുന്നതാ, കൊടുത്താൽ അങ്ങ് തീരുന്നതാണ്. പക്ഷേ വമാ ഇൻദല്ലാഹി ബാഖ്, പടച്ച റബ്ബിന്റെ അടുത്തുള്ളത് ബാഖിൻ, അതെന്നൊന്നും ശേഷിക്കുന്നത്, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവാണ്. അപ്പോ എത്ര തന്നെ ഓരോരുത്തർക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മാത്രം സ്വർണം അള്ളാഹുവിന്റെ അടുത്തുണ്ട്. അലാ സുറുരിൻ മൗദൂന, ആ സുന്ദരമായ കട്ടിലുകളിലാണ് അവർ കിടന്നുറങ്ങുന്നത്. അലാ സുറുരിൻ മൗദൂന, അതിന്റെ അർത്ഥം മഹാന്മാർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. മർമൂല വമൻസൂജത്തും ബിദ്ദഹബി മുശബ്ബഖത്തും ബിദ്ദുർരി വൽ യാഖൂത്ത്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് ഇഴകള് അടുപ്പിച്ച് സ്വർണം കൊണ്ട് നെയ്തെടുത്തത്, അതോടൊപ്പം തന്നെ മാണിക്യവും മുത്തും ഒക്കെ പതിച്ചിട്ട് അലങ്കാരം ചാർത്തിയ കട്ടിലുകൾ. അതിനാണ് അലാ സുറുരിൻ മൗദൂന എന്ന് പറയാൻ. ആ കട്ടിലുകളിലാണ് അവരിയ്ക്കുന്നത്. എന്തേ ഈ ഉത്തമ വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം, ഇനി മധ്യമ വിഭാഗത്തെക്കുറിച്ച് അല്ല പറയുന്നത് ഫീ സിദ്രിൻ മഖ്ദൂദ് വ ത്വൽഹിൻ മംദൂദ് വ ളിദ്ലിൻ മംദൂദ് എന്ന് പറയുന്ന ഭാഗമാണ്. അതെന്തുകൊണ്ട്? രണ്ടും നല്ല അന്തരം കാണാൻ കഴിയും, അജഗജാന്തരം, രാവും പകലുമുള്ള വ്യത്യാസമൊക്കെ കാണാൻ കഴിയും നമുക്കവിടെ. അതെന്താ കാരണം? അത് രണ്ടു കൂട്ടർക്കും അവർക്ക് പറ്റിയ സംഗതികളാ പറയുന്നത്. അവർക്ക് പറ്റിയ കാര്യങ്ങളാണ് രണ്ടു കൂട്ടരോടും പറയുന്നത്. ഉത്തമ വിഭാഗത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. നല്ല അടിപൊളി ഫർണിച്ചറുകൾ, അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ വെച്ച് പറയാം. അത് വായിക്കുമ്പോഴേ ഇത് കൂടുതൽ തിരിയുള്ളൂ. അത് ഓതിയിട്ട് പറയുമ്പോഴേ അതിന് കൂടുതൽ ഒന്നും കൂടെ നമുക്ക് അവിടെ ഊന്നൽ നൽകാൻ കഴിയൂ, നമ്മുടെ മനസ്സിലേക്ക് ആ കാര്യം തറക്കൂ. അതുകൊണ്ട് അലാ സുറുരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, ഇങ്ങനെ കട്ടിലുകളുടെ മേലിൽ വരി വരിയായി ലൈനായിട്ട് ഇട്ടിരിക്കുന്ന കട്ടിലുകളുടെ മേൽ അവരിങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ സ്ഥലത്തല്ല. അലാ സുറുരിൻ മുതഖാബിരീൻ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അലാ സുറുരിൻ മുതഖാബിരീൻ. വേറെ ഒരു സ്ഥലത്ത് മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹുരിൻ ഐൻ. സൂറത്തു തൂർ 20. അലാ സുറുരിൻ മുതഖാബിരീൻ എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തു സഫാത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ അല്ലാഹു തആല കട്ടിലുകളിൽ മുഖാമുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അതിന് വരാൻ പോവാൻ. അതാണ് ഞാൻ അടുത്ത ആയത്ത്. മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, ആ കട്ടിലുകളുടെ മേലില് മുഖാമുഖം നോക്കി ചാരിയിരിക്കുകയാണവർ. സ്വർഗത്തിലെ വിശ്രമഹാളുകളിൽ നിരത്തിയിട്ടിരിക്കുന്ന കട്ടിൽ. അലാ സുറുരിൻ മസ്ഫൂഫ, സഫു സഫായിട്ട് അണിയണിയായിട്ടിട്ടിരിക്കുന്ന കട്ടിലുകൾ. ആ കട്ടിലുകളിൽ ഇവർ ഇരിക്കുന്നത് മുതഖാബിരീൻ, മുഖാമുഖം നോക്കിക്കൊണ്ടാണ്. എന്താണ് ഈ മുഖാമുഖം നോക്കിയിരിക്കുന്നതിൽ ഇത്ര ആനന്ദം? ഞാൻ ഇതേക്കുറിച്ച് എൻ്റെ സീരിയൽ ഖുർആൻ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ മുഖാമുഖം നോക്കിയിരിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ ഒരു വലിയ വിഷയമായിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്. അലൽ അറായിക്ക് യൻദുറൂൻ,
ഇവിടെ പറഞ്ഞു മുത്തക്കീൻ അലൈഹ മുത്തഖാബിലീൻ, വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു അലാ സുറൂരിൻ മുത്തഖാബിലീൻ. ഈ മുഖാമുഖം ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്വർഗത്തിലെ സീറ്റിനെ കുറിച്ച് നമ്മൾ ഇവിടുന്ന് ചിന്തിക്കണ്ട. ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് തസവുറാകുക, നമുക്ക് കോലപ്പെടുത്താൻ കഴിയുക, ഒന്നിരിക്കൽ അത് വട്ടത്തിൽ സംവിധാനിക്കണം. മുഖാമുഖം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയണമെങ്കിൽ വട്ടത്തിലായിരിക്കണം സീറ്റ്. അല്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിൻ മോഡൽ, ട്രെയിനിൽ സീറ്റ് അങ്ങനെയാണല്ലോ, ഒന്നിങ്ങോട്ടുണ്ടാവും ഒന്ന് അങ്ങോട്ടുണ്ടാവും. ഒമ്നി കാറിലെയൊക്കെ സീറ്റ് പോലെ. അപ്പൊ ആ രണ്ട് രൂപത്തിലും ആവാം. ഇനി നമുക്കൊന്നും രൂപപ്പെടാത്തൊരു രൂപത്തിലാവാം, അവിടെ കോലപ്പെടാത്ത രൂപത്തിലാവാം, അവിടെ എത്തുമ്പോൾ കാണാം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്നാലും സാങ്കല്പികമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യം പറയുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഉസ്താദേ ഈ മുഖാമുഖം ഇരിക്കുന്നത് വലിയൊരു കഥയായിട്ടാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ എനിക്കത് കേട്ടോടുകൂടി ഭയങ്കര ചടപ്പ്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ട്രെയിൻ യാത്രയോളം ചടച്ച ഒരു യാത്രയില്ല. ട്രെയിനിൽ കയറിയാൽ ഒന്ന് ഇറങ്ങി കിട്ടിയെങ്കിൽ എന്നാണ്. കാരണം ഈ മോത്തുകൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തീരെ സുഖമല്ല. ഞമ്മക്ക് സുഖം ബസ് യാത്രയാണ്. കണ്ടങ്ങള് മുത്തക്കീന അലൈഹ മുത്തഖാബിലീൻ എന്നതിനെ കുറിച്ച് മഹാന്മാർ തഫ്സീറുൽ മദാരിക്കിൽ ഇമാം നസഫി പറയുന്നു, നോക്കുക. ഐ യൻദുറു ബഅ്ദുഹും ഫീ ഉജൂഹി ബഅദ്. ഉണ്ടോ എന്താ ഇപ്പൊ ഇത്ര വലിയ പവറായത്? കൂട്ടുകാർ പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കും. വലാ യൻദുറു ബഅ്ദുഹും ഫീ അഖ്ഫാഇ ബഅദിൻ. ചിലരുടെ പെരടിയല്ല ശ്രദ്ധിക്കുക, നോക്കുക. അതാ നമ്മുടെ ബസ്സിലെ യാത്രയുടെ സ്വഭാവം. പെരടിയാ കാണുക, ബേക്കാ കാണുക, മുന്നൊരിക്കലും കാണൂല, മുഖാമുഖം കണ്ടിരിക്കൂല. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. പെരടി നോക്കിയിരിക്കല്ല വേണ്ടത്, മുഖാമുഖം അങ്ങനെ ഇരിക്കണം. അതാണ് സന്തോഷം. പക്ഷെ നമ്മൾക്ക് എന്തുകൊണ്ട് അത് സന്തോഷമാകുന്നില്ല? എന്നിട്ട് അവിടെ തന്നെ ഇമാം നസഫി പറഞ്ഞു, ഉസിഫു ബി ഹുസ്നിൽ ഉശ്റ വ സഫാഇൽ മവദ്ദ. ഇങ്ങനെ ഇവരെ വിശേഷിപ്പിക്കാൻ കാരണം, മുഖാമുഖം നോക്കിയിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, അവരത്രയും അടുത്ത ബന്ധാണ്, കളങ്കമറ്റ സ്നേഹബന്ധമാണ് അവർ തമ്മിൽ. നല്ല തെളിഞ്ഞ സ്നേഹബന്ധമാണ്. അവരുടെ ഉള്ളു തുറന്നുള്ള പെരുമാറ്റത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും പ്രതീകമായിട്ടാണ് അല്ലാഹു തആല ഇത് പരിചയപ്പെടുത്തിയത്. അപ്പൊ ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, സുഹൃത്തെ, അതാണ് ഇപ്പൊ നമുക്ക് ഭൂമിയിലുള്ള ആകെയുള്ള കുഴപ്പം. എന്ത്? നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ മനുഷ്യന്റെ മോറ് കണ്ടുകൂടാം. അതാ നമുക്ക് ഇവിടെ ഉള്ള കുഴപ്പം. സ്വർഗത്തിലെത്തുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. നമുക്ക് മനുഷ്യനെ കാണുന്നതിൽ വിഷമം ഉണ്ടാവില്ല. ഇവിടുന്ന് നമുക്ക് ആകെയുള്ള കുഴപ്പം അതാ, ഒരാളി മുഖം നമുക്ക് കണ്ടുകൂടാ, ഒറ്റ കുട്ടിയുടെയും മുഖം നമുക്ക് കണ്ടുകൂടാ. റാഹത്തോടുകൂടെ ഒരു സഹോദരന് ബഷാഷത്തോടെ മുഖപ്രസന്നതയോടെ ഒരു കൂട്ടുകാരന് മുഖം കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഉള്ളു തുറന്നൊന്നൊരു 5 മിനിറ്റ് അവനോടൊപ്പം സംസാരിക്കാൻ സമയമില്ല. പിന്നെ കുശുമ്പും മുറുമുറുപ്പും കിബിറുമാണ് മനസ്സിലാകെ, സങ്കുചിതത്വമാണ്. ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടികളും എന്നിടത്താ ഞാനുള്ളത്. അവിടുന്ന് ഞാൻ സങ്കുചിതരാകും. ചിലപ്പോൾ കെട്ടിയോളിയും കുട്ടികളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ ലോകമെന്ന അപൂർവമായ സങ്കുചിതത്വത്തിലേക്ക്, അല്ലെങ്കിൽ അത്ഭുതകരമായ സങ്കുചിതത്വത്തിലേക്ക് ഞാൻ പലപ്പോഴും യാത്ര തിരിക്കാറുണ്ട്. ഇത് മനുഷ്യന്റെ സ്ഥിതിയാ. ഭൂമിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. അത് തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും വലിയ കുഴപ്പം. അത് തീരും അവിടെ എത്തുമ്പോൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിന്റെ 47-ാം വചനത്തിൽ അല്ല ഇത് പറയുന്നുണ്ട്. കട്ടിലിൽ മുഖാമുഖം ഇരിക്കും. അതങ്ങനെ അങ്ങ് പറയുകയല്ല ചെയ്തത്. അതിന്റെ മുമ്പ് അല്ല മറ്റൊരു കാര്യം പറഞ്ഞു, വനസഇനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ അലാ സുറുരിൻ മുതഖാബിരീൻ. മുഖാമുഖം നോക്കിയിരിക്കുന്നതിലുള്ള ആനന്ദം തിരിയണമെങ്കിൽ ആദ്യം അപ്പറഞ്ഞത് ബോധ്യപ്പെടണം. അതുകൊണ്ട് അള്ളാഹു ആദ്യം അത് പറഞ്ഞത്. വനസഇനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. അവരുടെ മനസ്സകത്തുള്ള വേര് പിടിച്ച ആരുള്ള നല്ല പോരുണ്ട് അവർക്ക്. ആ പോരൊക്കെ ഞാൻ വേരോടെ പിഴുതെടുക്കും. എന്നിട്ട് ആ സ്വർഗത്തേക്ക് വിടുക. പിന്നെ അവർ തമ്മിൽ കുശുമ്പില്ല, അവർക്ക് കിബിറില്ല. കണ്ടോ, സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞ് ആദ്യം അവരുടെ പോരൊക്കെ അങ്ങോട്ട് മാന്തിയെടുക്കും. എന്നിട്ട് നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ആ സ്വർഗത്തിലേക്ക് വിടുക. അങ്ങനെ സ്വർഗത്തിലങ്ങ് എത്തിയാൽ അലാ ഇഖ്വാന, അവർ പരസ്പരം ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദര സഹോദരിമാരാണ്. അലാ സുറുരിൻ മുതഖാബിരീൻ. ഇല്ല, മുഖാമുഖം നോക്കിയിരിക്കുന്നതിൽ ഒരു ചടപ്പുമില്ല. നോക്ക് നിങ്ങൾ, അത് നമ്മൾക്കും അങ്ങനെ തന്നെയല്ലേ? മനസ്സിന് സന്തോഷമാണെങ്കിൽ എത്ര നേരം ഇരിക്കാൻ ഒരു മടിയില്ലല്ലോ. എത്ര നേരം ഇരിക്കാൻ ഒരു മടിയുമില്ല. മനസ്സിന് സന്തോഷമാവണമെന്ന് മാത്രം. സന്തോഷമുള്ളവരോട് സംസാരിക്കാനാണെങ്കിൽ നമുക്കൊരു പ്രയാസവുമില്ല. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. കാമുകന് കാമുകിയോടൊപ്പോ ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് പാർക്കിൽ പോയിരുന്നു. എത്ര മണിക്കൂർ?
രാവിലെ 8 മണിക്ക് പോയി ഇരുന്നതാ. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോയി പാർക്കിൽ ചെന്ന് ഇരുന്ന് സൊള്ളി ഇരുന്നതാ. സമയം നോക്കുമ്പോൾ 5 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 8 മണി തൊട്ട് 5 മണി വരെ എപ്പോഴേ കഴിഞ്ഞതെന്ന് ഇവർ രണ്ടാളും അറിഞ്ഞില്ല. മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. സന്തോഷത്തോടെ റാഹത്തോടെ അവർ സൊറ പറഞ്ഞിരിക്കുകയാണ്. എന്തേ? ഈ കിന്നാരം പറച്ചിലിൽ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത് കൊണ്ട് എത്ര നേരം മുഖത്ത് നോക്കുന്നതിനും ചടപ്പില്ല. അതേ സമയത്തോ എനിക്ക് മനസ്സിന് കൊടുക്കാൻ, എൻ്റെ മുഖം കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരാൾ, അയാൾ ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിക്കാൻ ഒരുങ്ങിയാൽ ഞാൻ അയാളോട് പറയുന്നത്, ഒന്ന് വേഗം പറ, എന്താ പറയാനുള്ളത് വെച്ചാൽ പറയാം, ഞാൻ ബിസിയിലാണ്, പോവാണ്, ഞാൻ ബിസിയാണ്. എപ്പോഴും നമുക്ക് പറയാനുള്ളത് അതാണ്, ഐ ആം ബിസി. അതിൻ്റെ അങ്ങേപ്പുറത്തൊരു വാക്കില്ല. ഒറ്റ കുട്ടിക്കും മുഖം കൊടുക്കാൻ നമുക്ക് സമയമല്ല. ഭാര്യയോടൊപ്പം നല്ല റാഹത്തിനും സന്തോഷത്തിനുമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരവും ഇരിക്കാം. ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി എപ്പോഴേ നേരം വെളുത്തത് എന്ന് അറിഞ്ഞിട്ടുണ്ടാകൂല. എന്തേ കാരണം? അതാണ് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ അങ്ങനെയാ. അപ്പം മനസ്സ് കൊടുത്ത് നിഷ്കളങ്കമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വർഗലോകത്ത് മാത്രം ബോധ്യപ്പെടുന്നതാണിത്. മുത്തഖീന അലൈഹാ മുതഖാബിരീൻ. അപ്പൊ ഇത് നമുക്ക് തിരിയണമെങ്കിൽ കുശുമ്പില്ലാത്ത, മുറുമുറുപ്പില്ലാത്ത, കിബിറില്ലാത്ത, ആരോടും പോരില്ലാത്ത സ്വർഗലോകത്ത് മാത്രമേ നമുക്കിത് ബോധ്യപ്പെടുകയുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞാലും തിരിയില്ല. ഈ പരസ്പരം എന്നെ മറ്റൊരാൾക്ക് സമർപ്പിക്കാനും എൻ്റെ മനസ്സ് മറ്റൊരാൾക്ക് കൊടുക്കാനും ഒക്കെ ഉള്ളതിലുള്ള നമ്മുടെ ഈ ലുബ്ധത ഉണ്ടല്ലോ, പിശുക്ക്, ഇത് ശരിക്കും നമുക്കിങ്ങനെ ബോധ്യപ്പെടുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് മുസാഫഹത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മുസാഫഹത്തിന്റെ ഗൗരവം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്നേഹം അടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്നേഹപ്രകടനത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് മുസാഫഹത്ത്. ആ മുസാഫഹത്തിൽ ഒരാളുടെ സങ്കുചിതത്വം തിരിച്ചറിയാൻ കഴിയും. വൽ മുസ്ലിമാനി ഇദാ തസാഫഹ ലം യബ്ഖ ബൈനഹുമാ ദംബുൻ ഇല്ലാ സഖത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടു, അവർ മുസാഫഹത്ത് ചെയ്തു, ഹസ്തദാനം, കൈ കൊടുത്തു പരസ്പരം. അങ്ങനെ ഹസ്തദാനം ചെയ്താൽ ആ കൂട്ടുകാർ ഹസ്തദാനം ചെയ്യുമ്പം ലം യബ്ഖ ബൈനഹുമാ ദംബുൻ ഇല്ലാ സഖത്, അവരുടെ ഇടയിലുള്ള ഏതൊരു പാപവും കൊഴിഞ്ഞു പോയിട്ടല്ലാതെ ഉണ്ടാവില്ല. സർവ്വ പാപങ്ങളും കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, ഒരു പാപവും ബാക്കി നിൽക്കൂല. ഒരു ഹസ്തദാനത്തിനുള്ള കഥയാണത്. കാരണം ശരിക്ക് ഹൃദയം തുറന്ന പെരുമാറ്റാണ്, ബന്ധാണ് യഥാർത്ഥത്തിൽ ഹസ്തദാനം. ഒരുപാട് പറയാനുണ്ട് അതേക്കുറിച്ച്. ഇൻഷാ അല്ലാഹ് എനിക്ക് സമയം കിട്ടിയെങ്കിൽ ഞാൻ പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരെ നമ്മുടെ ഈ പിശുക്ക് കാണുന്ന ഞാൻ പറഞ്ഞത്. എനിക്ക് കുറേ എൻ്റെ മനസ്സിൽ തന്നെ തരാനായിട്ടില്ല എന്നുള്ളത്. കാരണം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിലൊക്കെ പലപ്പോഴും ശരിക്കും ബോധ്യപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൈ നീട്ടുമ്പോൾ ഒരു വിരൽ എന്നാ, അല്ലെങ്കിൽ 2 വിരൽ എന്ന് പറഞ്ഞാൽ ഇത്രേ പറ്റുള്ളൂ, മുഴുവനായിട്ട് തരാനായിട്ടില്ല, ഞാൻ സങ്കുചിതനാണ്, അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം? ശരിക്ക് കാണങ്ങൾക്ക് എത്രയോ ആളുകൾ ഇപ്പം നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പലരും കൈ എടുത്തരുമ്പോൾ ഇങ്ങനെ ആ 2 വിരലൊക്കെ ആണ് തന്നാൽ അതെന്നെ മുഴുവന് തരാൻ പറ്റാത്ത എന്തോ ഒരു എന്ന് പറഞ്ഞാൽ എന്നെ നിനക്ക് തരാനായിട്ടില്ല, വിശ്വസിക്കാനായിട്ടില്ല നിന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വിശ്വാസമില്ലാത്തൊരു ജനത. നേരെ മറിച്ച് ഇവിടെ നമ്മൾ അറബികളെ കണ്ടുപഠിക്കണം. അറബികളെ കണ്ട് പലതും പഠിക്കരുത്, അതേസമയം പലതും പഠിക്കാനുമുണ്ട്. അതിൽപ്പെട്ടതാണ് സ്നേഹപ്രകടനം. ഗൾഫുകാരായ കുറേ സുഹൃത്തുക്കൾ കൂട്ടത്തിലുണ്ടാവും. അവർക്കിത് പറയുമ്പോഴേക്ക് ബോധ്യപ്പെടും. സലാം പറഞ്ഞാൽ കയ്യൊന്ന് പിടിച്ചിട്ട് ആ കയ്യിൽ ഞെക്കി എന്തോ ഒരു സന്തോഷ പ്രകടനം, ശരിക്ക് കൈ തന്ന് പിന്നെ അവർ അടുത്ത് നിന്ന് 2 മുഖത്തും മാറി മാറി ഉമ്മ വെക്കുന്നു, 2 മുഖത്തും മാറി മാറി ചുംബനം നൽകുന്നു. എന്തോ ഒരു സ്നേഹപ്രകടനം. നമ്മൾ ഇത്രയേ ഉള്ളൂ. അത് തന്നെ ഒരു സദസ്സ് പോയിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ആ കൊടുക്കണേന്നെ 1 വിരൽ 2 വിരൽ ഇങ്ങനെ കൊടുക്കും. ആ കൊടുത്തിട്ട് നമ്മൾ വല്ലാതെ പോരും. അങ്ങേപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, അവരെയൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസാഫഹത്തിന് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ കാണണം. ഇതൊരു ചെറിയ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ
ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ കൈ പിടിച്ചു കുലുക്കുന്നതോടുകൂടെ, കൈ കൊടുക്കുന്നതോടുകൂടെ, ആത്മാർത്ഥമായി സ്നേഹബന്ധത്തോടെ ആ കൈ കൊടുക്കുന്നതോടുകൂടി അവർക്കിടയിലുള്ള പാപം വീണുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ ഇതേക്കുറിച്ച് എഴുതിയത് കാണാം. വമിൻ തമാമിൽ മുവാസ്വലത്തിൽ മുസാഫഹ, മുസ്ലിം സഹോദരന്മാർക്കിടയിലുള്ള ഹൃദയം പങ്കുവെപ്പിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. മുസ്ലിം സഹോദരന്മാർക്കിടയിലുള്ള ഹൃദയബന്ധത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്, അതിന്റെ സമ്പൂർണതയാണ് അൽ മുസാഫഹത്തു. മുസാഫഹത്ത് പരസ്പര ബന്ധത്തിന്റെ സമ്പൂർണതയാണ് മുസാഫഹത്ത്. വമിൻ തമാമിൽ വുസ്രത്തി അൽ മുസാഫഹ ഇൻദൽ മുലാഖാത്ത്, കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യണം. വയുസ്തഹബു മഅൽ മുസാഫഹത്തി അൽ ബശാശത്തു ബിൽ വജ്ഹ്. കണ്ടോ, മുസാഫഹത്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല മുഖപ്രസന്നത സുന്നത്താണ്. നല്ല റാഹത്തോടുകൂടി അവനോട് സംസാരിക്കണം. കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിശുക്കി പിശുക്കി ഒരു വിരലോ 2 വിരലോ ഒക്കെ കൊടുത്താൽ തന്നെ മുഖം ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ ആവൂല, മുഖം കൊടുക്കാനാവില്ല, പറ്റില്ല. മുഖം കൊടുക്കാൻ കഴിയണം, അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം. വദ്ദുആഉ ബിൽ മഗ്ഫിറതി വഗൈരിഹാ, മഗ്ഫിറത്ത് കൊണ്ടും മറ്റുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ മുസാഫഹത്തു തസീദു ഫിൽ വുദ്ദ, ഹസ്തദാനം നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമാമു തഹിയ്യാതികുമുൽ മുസാഫഹ, നിങ്ങളുടെ അഭിവാദ്യമാണ് സലാം, പക്ഷേ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യത്തിന്റെ പൂർത്തീകരണം അത് മുസാഫഹത്താണ്. തമാമു തഹിയ്യാതികുമുൽ മുസാഫഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുബ്ലത്തുൽ മുസ്ലിമി അഖാഹു അൽ മുസാഫഹ, ഒരു മുസ്ലിം തന്റെ സഹോദരനെ ചുംബിക്കുന്നതടക്കം മുസാഫഹത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, അറബികൾ സാധാരണ ചെയ്തു വരുന്നൊരു സ്വഭാവമാണ്, എതിർക്കപ്പെടേണ്ടതല്ല. ഹദീസിൽ വന്നിട്ടുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധമായ ചർച്ചയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദരിക്കപ്പെട്ട ആളുടെ കൈ പിടിച്ച് ചുംബിക്കുക. മുസാഫത്ത് ചെയ്തതിൻ്റെ ശേഷം ഒരു പണ്ഡിതനോ ഒരു സയ്യിദോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നമ്മൾ ആദരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈ പിടിച്ച് ചുംബിക്കുക, കുഴപ്പമില്ല. പലപ്പോഴും അറബികൾ ചെയ്യാത്തൊരു സംഗതിയാണ്, അറബികൾക്ക് അത് എന്തോ ഒരു തെറ്റുപോലെയാണ്. അവർ മുഖത്ത് മാറി മാറി ഉമ്മ വെക്കും, പക്ഷേ കൈ ചുംബിക്കുന്നത് കണ്ടാൽ അവർക്ക് ഭയങ്കര കുഴപ്പമാണ്. ഒരു വിരോധമില്ല, കൈ ചുംബിക്കാം. അതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് കൊടുക്കുന്നു. ഇത് ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഗൾഫ് സുഹൃത്തുക്കൾ പലപ്പോഴും സംശയമാക്കിയിട്ടുണ്ട്. അതിനൊരു മറുപടി മാത്രം പറയാൻ പറ്റുമെന്ന് ഇമാം ഗസാലി പറയുന്നു. തബറുകം ബിഹി വ തൗഖീറൻ ലഹു വലാ ബഅസ ബിഖുബ്ലതി യദിൽ മുഅല്ലമി ഫിദ്ദീൻ, ദീനിൽ ആദരിക്കപ്പെടുന്ന ആളുടെ കൈ പിടിച്ച് ചുംബിക്കുന്നതിൽ കുഴപ്പമില്ല. തബറുകം ബിഹി വ തൗഖീറൻ ലഹു, അയാളോട് തബറുക്കെടുക്കാനും അയാളെ ബഹുമാനിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട്, ആ മഹാനെ ബഹുമാനിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് അയാളുടെ കൈ ചുംബിക്കാം, കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അതിന് തെളിവ് കൊടുക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബ്ബൽനാ യദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ ചുംബിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ മഹാന്മാരുടെയൊക്കെ കൈ ചുംബിക്കുന്നത്. വിചാരിച്ച എല്ലാവരും പിടിച്ച് ചുംബിക്കണം എന്നൊന്നുമില്ല, പ്രധാനപ്പെട്ട ആളുകളുടേത് അങ്ങനെ ചുംബിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറേ തെളിവുകൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം നഷ്ടപ്പെടും, ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. തബൂക്ക് യുദ്ധത്തിൽ പിന്തിയ മഹാൻ, എന്നിട്ട് നാട് മുഴുവനും ബഹിഷ്കരണം ഏർപ്പെടുത്തി വല്ലാതെ സങ്കടപ്പാടിലായിരുന്നു ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ, സംഭവം പറയുന്നില്ല, ബഹുമാനപ്പെട്ടവർ പറയുന്നില്ല, അമ്മാ നസലത്ത് തൗബതി, എനിക്ക് തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പം, എന്റെ തൗബ ഇറങ്ങിയപ്പോൾ, എനിക്ക് തൗബ സ്വീകരിച്ചപ്പോൾ, അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖബ്ബൽതു യദഹു, ഞാൻ നബി തങ്ങളുടെ അടുത്ത് ചെന്ന് സന്തോഷം കൊണ്ട് ഹബീബിന്റെ കൈ പിടിച്ചു ചുംബിച്ചു, കുഴപ്പമില്ല. ഒരഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, ഇന്നി അസ്ലംതു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ മുസ്ലിമായിട്ടുണ്ട്, ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീന, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരുമോ നബിയെ, എന്റെ ഈമാൻ ഒന്ന് തറോ ആകാനാ, എന്റെ ഈമാൻ ഒന്നും കൂടെ, എന്റെ ഉറപ്പിങ്ങോട്ട് വർദ്ധിക്കണം.
ഇപ്പൊ ഉറപ്പില്ല എന്നല്ല, ഒന്നും കൂടെ വർദ്ധിക്കാൻ, ഈമാനൊന്നിങ്ങ് തറവാകാൻ എനിക്ക് നബിയെ നിങ്ങളൊരു മഹാ അത്ഭുതം, ഒരു മുഅ്ജിസത്ത് കാണിച്ചു തരാമോ? നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്ത് മുഅ്ജിസത്താ വേണ്ടത്? ഇയാൾ ചൂണ്ടിക്കൊടുക്കുന്നു, നബിയെ ആ കാണുന്ന വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരമില്ലേ, അതേ സുഹൃത്തെ, അത് നിങ്ങളുടെ അടുത്തേക്ക് നടന്നിങ്ങു വരണം, നിങ്ങളുടെ മുമ്പിൽ വന്ന് സുജൂദിലായി വീഴണം ആ മരം. സുബ്ഹാനല്ലാഹ്, ഈ സഹോദരൻ പറയുന്നത് വലിയ കാര്യമാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ വിളിക്കണ്ട, എന്റെ പ്രതിനിധിയായി നീ പൊയ്ക്കോ, എന്നിട്ട് ആ മരത്തെ തൊട്ടിട്ട് പറ, യാ ഷജറത്തു അജീബി റസൂലല്ലാഹ്, മരമേ നിന്നെ അള്ളാന്റെ ഹബീബ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാന്ന് പറഞ്ഞു. ഈ അഅറാബി വന്ന് ഈ മരത്തിന്റെ ചുവട്ടിൽ വന്ന് മരത്തെ കൊട്ടിയിട്ട് പറയുന്നു, യാ ഷജറത്തു അജീബി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതർ നിന്നെ വിളിക്കുന്നുണ്ട്, ഉത്തരം ചെയ്യണം മരമേ. ഉടനെ തന്നെ മരം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ശരിക്കങ്ങോട്ട് ആഞ്ഞു വലിഞ്ഞു, തന്റെ വേരുകളൊക്കെ പൊട്ടിച്ചു. ആ വേര് പൊട്ടിച്ചിട്ട് ലംബമായിട്ട് മനുഷ്യൻ നടന്നു വരുന്നത് പോലെ ലംബമായിട്ട് ഇങ്ങ് നടന്നു വരുന്നു. ലംബമായിട്ട് നടന്ന് ഇങ്ങനെ വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. ജാഅത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഈ സംഭവമാണ് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തായി ചിത്രീകരിക്കുന്നത്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബുർദയിലൂടെ നമുക്ക് അതിന്റെ ഒരു ഈരടിയായി ഇട്ടുതരുന്നത് ഈ സംഭവമാണ്. ഈ സംഭവം മാത്രമല്ല, വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ അറിയാൻ നേരത്തെ നിങ്ങളൊക്കെ അറിഞ്ഞതായിരിക്കും. നമ്മുടെ ബുർദയുടെ കാസറ്റ് 9 ദിവസം നടത്തിയ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇറങ്ങിയിരുന്നു. അത് വാങ്ങി കേട്ടവരായിരിക്കും അധിക ആളുകളും. അതിലുണ്ട് ആ വരി വിശദീകരിക്കുന്നിടത്ത് ഞാൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് വിളിച്ചപ്പം മരങ്ങൾ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നബിന്റെ അടുത്ത് വന്നു. കണ്ടോ, നബിതങ്ങൾ വിളിച്ചപ്പം വന്നു. അൽ അഷ്ജാറു മരങ്ങൾ, സാജിദതൻ സുജൂദിലായി വീണുകിടന്നുകൊണ്ട് വന്നു. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എങ്ങനെയാ മരം നടക്കുന്നത്? മനുഷ്യൻ നടക്കുന്നത് പാദമുള്ളത് കൊണ്ടാ. പാദം കാണാൻ ഇരുകാലിയാണെങ്കിലും അർത്ഥത്തിൽ നാക്കാലിയാണല്ലോ മനുഷ്യൻ. കാരണം ഒരു കാല് അതിൻ്റെ നടുഭാഗം കുഴിഞ്ഞ് മേലോട്ട് തള്ളിയിട്ട് 2 ഭാഗങ്ങളാ നമ്മുടേത് ഭൂമിയിൽ തട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബാലൻസ് തെറ്റാത്തത്. നേരെ മറിച്ച് നേരെ പരന്നിട്ടാണ് പ്ലെയിനായിട്ടാണ് അതുള്ളതെങ്കിൽ പലപ്പോഴും അടിതെറ്റി വീണുപോകും. അത് വീഴാതിരിക്കാനാണ് ആ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചത്. അപ്പൊ ഖദമ് കൊണ്ടാ നമ്മൾ നടക്കുന്നത്, പാദം. അപ്പൊ പാദമില്ലാതെ നേരെ തണ്ടങ്കാലില്, കാൽ തണ്ടില് നടന്നിങ്ങനെ ഇങ്ങ് വന്നു ആ വൃക്ഷം. ഒന്നുമില്ല, പാദമില്ല, നേരെ ഒരു സാക്കൊരു മരത്തടി. ആ തടിയിൽ നടന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്ന മരങ്ങൾ നബിതങ്ങളെ മദ്ഹീദതാ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വിശദീകരിച്ചതാ. അള്ളാഹു, ഞാൻ ആ ബൈത്ത് ചൊല്ലിയത് എന്തിനാ? അള്ളാഹു നമ്മൾ അതിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തെരുമാറാവട്ടെ. ആമീൻ. ആ ഒരു ദുആ നടത്താൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഈ അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഈ മരം നടന്നിങ്ങ് വന്നു. മുമ്പിൽ വന്നങ്ങ് വീണപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഹസ്ബി ഹസ്ബി യാ റസൂലാ, മതി നബിയെ, മതി, എനിക്ക് മതി, എമ്പാടും മതി, ഇനി എൻ്റെ ഈമാനിന് ഒരു ഇളക്കവും തട്ടില്ല. അത്രയും വലിയ അത്ഭുതമാണ് ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, എനിക്ക് ആവശ്യം ഈ മരം അത് അവിടെ തന്നെ പോയി നിന്നോട്ടെ. മരം തിരിച്ചതേ സ്ഥലത്ത് പോയി നിലയുറപ്പിച്ചു, പൂർവ്വസ്ഥിതിയിൽ നിലയുറപ്പിച്ചു. ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ചോദ്യം, അസ്ജുദു ലക യാ റസൂലല്ലാഹ്, അസ്ജുദു ലക യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ എൻ്റെ ഹൃദയാഗത്തിൽ കയറിപ്പോയി,
വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിൻ്റെ ബഹുമാനമായിട്ട് നിങ്ങളോട്, ഇതിനൊരു ബഹുമാനമായിട്ട് നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തോട്ടെ, നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തോട്ടെ, ഞാൻ വല്ലാതെ ആയിട്ടുണ്ട്, അങ്ങയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു എനിക്ക്, ഞാനൊരു സുജൂദ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തസ്ജുദ് ലി വലാ യസ്ജുദ് അഹദുൻ ലി അഹദ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, നീ എനിക്ക് സുജൂദ് ചെയ്യരുത്, നീ ചെയ്യരുത് എന്നല്ല, ഒരാൾക്കും സുജൂദ് ചെയ്യരുത്. വലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദ്, അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ലോകത്ത് ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന്. പെണ്ണിനോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിന്റെ വലുപ്പമാണത് കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇയാൾ ചോദിച്ചു ഉടനെ തന്നെ, നബിയെ സുജൂദ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂല, എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഉഖബ്ബിരു റഅസക വയദൈക യാ ഹബീബല്ലാഹ്, നബിയെ നിങ്ങളുടെ കൈയും നിങ്ങളുടെ തലയും പിടിച്ച് ഞാനൊന്ന് തുമ്പിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅദിന ലഹു ഫഫഅൽ, റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് അതിന് സമ്മതം കൊടുത്തു, അദ്ദേഹം അപ്പടി ചെയ്തു. റസൂലുള്ളാഹി കൈ നീട്ടിക്കൊടുത്തു, കൈ ചുംബിച്ചു. തൻ്റെ മുഖത്ത്, തൻ്റെ തലയിൽ ആ സ്വഹാബി ചുംബിക്കുകയാണ്, നെറ്റിത്തടത്തിൽ ചുംബിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അപ്പൊ അതിന് കുഴപ്പമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കണ്ടത്. നിങ്ങൾ എന്തേ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു, സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു. അതേസമയം കയ്യും തലയും പിടിച്ച് ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അതേ എന്നും പറഞ്ഞു. എന്തേ വ്യത്യാസം? ഒന്ന് ആരാധനയാണ്, ഒന്ന് ആദരവാണ്. അതാണ് നമ്മുടെ കൂട്ടത്തിൽ തല തിരിഞ്ഞ കുറച്ച് കക്ഷിക്ക് തിരിയാതെ പോയത്. എന്താണ് ആദരവ്, എന്താണ് ആരാധന എന്ന് വകഭേദം നടത്താൻ കഴിഞ്ഞില്ല. അവർ മലയാളം നിഘണ്ടു എടുത്താ പഠിക്കേണ്ടത്, ഖുർആനും സുന്നത്തും ഒന്നുമല്ല. ആദരവ്, ആരാധന, ഈ രണ്ടു പദം ശരിക്ക് കീറിമുറിച്ച് മനസ്സിലാക്കിയാൽ, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ മുഷിരിക്കാക്കാൻ അവർ തുനിയില്ല, ഒരിക്കലും തുനിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. ബിദഅത്തിന്റെ അഹ്ലുകാരോട്, വ്യതിയാന ചിന്താഗതിക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മലയാളത്തിലെ ഈ രണ്ടു പദം പഠിച്ചാൽ തന്നെ നന്നാവും. ആരാധന, ആദരവ്. ആദരവിന് കുഴപ്പമില്ല, ഒരാളെ ആദരിക്കാം, പക്ഷെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ഒരാളെയും ആരാധിക്കുന്നില്ല. അതേസമയം അല്ലാഹു ആദരിച്ചവരെ നമുക്ക് ആദരിക്കാതിരിക്കാനും വയ്യ. അല്ലാഹ് ആദരിച്ചവരെ നാം ആദരിക്കണമല്ലോ. അതാണ് മുഹീദ്ദീൻ ഷെയ്ഖിനോട് നാം കാണിക്കുന്ന സമീപനം, അതാണ് റിഫായി ഷെയ്ഖിനോട് നാം കാണിക്കുന്ന സമീപനം, അതാണ് മുഹമ്മദ് മുസ്തഫ, മറ്റമ്പിയാക്കൾ, മറ്റൗലിയാക്കൾ, ഇവരോടൊക്കെ നമ്മൾ കാണിക്കുന്നത്, മമ്പ്രന്തങ്ങളോടടക്കം നമ്മൾ കാണിക്കുന്നത് ആ ആദരവിന്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, കൈ പിടിച്ചു ചുംബിക്കാമോ എന്നതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എത്രയോ തെളിവുകൾ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ചർച്ച ചെയ്തതായി കാണാം. വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം. എന്തുകൊണ്ട്? ഇത് പാടില്ല എന്ന് പൊതുവായ ഒരു ധാരണ നിലനിൽക്കുന്നത് കൊണ്ട് അത് തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക്, ഈ സ്വർഗം, നമ്മൾ ഈ പറഞ്ഞ സ്വർഗത്തിലേക്ക്, നല്ല തെളിഞ്ഞ മനസ്സ്, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത ആ ലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നത് എന്തോ ഒരു സന്തോഷകരമായ ഇരുത്തമാണത്. ആ ഇരുത്തത്തിന് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് മുസാഫഹത്ത് എന്നാ പറഞ്ഞത്. ഒറ്റ ഹദീസും കൂടെ പറയാം. കാരണം ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരിപാടിയെങ്കിലും ആരംഭിച്ചാൽ ഇത് കേട്ടിട്ട് അത് വലിയ ഗുണമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു. സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ദൽ തഖൽ മുസ്ലിമാൻ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും വസല്ലമ കുല്ലു വാഹിദിൻ മിൻഹുമാ, അവർ രണ്ടിൽ ഓരോരുത്തരും സലാം പറഞ്ഞു അലാ സാഹിബിഹി, തന്റെ കൂട്ടുകാരന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരാൾ സലാം പറഞ്ഞു, ഒരാൾ മടക്കി. വസല്ലമ കുല്ലു വാഹിദിൻ മിൻഹുമാ അലാ സാഹിബിഹി വതസാഫഹ, എന്നിട്ട് രണ്ടാളും ഹസ്തദാനവും ചെയ്താൽ, ഹസ്തദാനവും നടത്തിയാൽ
നസലതു ബൈനഹുമാ മിഅതു റഹ്മ, അവർക്കിടയിൽ 100 അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നു. എന്താ ഈ പറഞ്ഞത്? ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒന്നങ്ങോട്ട് കൈ കൊടുത്താൽ അതിൽ നല്ല തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ, സങ്കുചിതത്തല്ലാത്ത എന്നെ ഇതാ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, നിന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന നിലയ്ക്ക് അങ്ങോട്ട് കൈ കൊടുത്താൽ റസൂലുള്ള പറഞ്ഞു അവർക്കിടയിൽ 100 റഹ്മത്ത് ഇറങ്ങും, 100 ഗുണം അവർക്ക് അവിടെ ലഭിക്കും. ഫലിൽ ബാദിഇ തിസ്ഊൻ വലിൽ മുസാഫിഹി അശ്റ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫലിൽ ബാദിഇ തിസ്ഊൻ, മുസാഫഹത്ത് ആരംഭിച്ചവന് 90 ഗുണം. 100 ഗുണം ഇറങ്ങുന്നതിൽ ആദ്യമായിട്ട് കൈ കൊടുക്കാൻ ആരംഭിച്ച ആളാരാ? മുസാഫഹത്ത് തുടങ്ങിയത് ആദ്യം നീട്ടിയത് ആരാ? അവന് തിസ്ഊൻ 90 എണ്ണമാണ്. വലിൽ മുസാഫിഹി, മുസാഫഹത്ത് ചെയ്തപ്പോൾ അതിന് സഹകരിച്ചു കൊടുത്തവന്, മറ്റോ തുടങ്ങി അപ്പം സഹകരിച്ചു കൊടുത്തു. ഈ സഹകരിച്ചു കൊടുത്തവന് അശ്റ 10 കിട്ടും. അവന് 10, മറ്റോന് 90. ഇനി ഇത് കേട്ടുകാണ്ട് ഇതിന് തല്ലുകൂടണ്ട, ഞാൻ നീട്ടെ ഈ നീട്ടെ വെച്ചിട്ട് അത് രണ്ടാളുടെ മനസ്സിലേക്ക് അള്ളാഹു നോക്കും. രണ്ടാൾക്കും അത്ര ആവേശമുണ്ട്. ഒരാളുടെ മുന്നിലായി അള്ളാഹു താലാക്ക് എത്ര തന്നാലും തീരാത്തതാണല്ലോ. നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഒരു 90 തരുന്നതിന് അള്ളാഹുവിൻ്റെ തീരുമൊന്നുമില്ല. പക്ഷെ പറഞ്ഞത് എന്താ? ഒരുത്തനെ ആവേശമുള്ളൂ, അവൻ കൈ നീട്ടി, മറ്റോൻ പിന്നെ നീട്ടിയില്ലേന്ന് വിചാരിച്ച് സഹകരിക്കുക. ഓനെ പറ്റിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏതാവട്ടെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം. വലിൽ മുസാഫിഹി അശ്റ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അപ്പൊ ഇവിടെയാണ് മുഖാമുഖമുള്ള ഇരുത്തം സന്തോഷകരമാകുന്നത്. മുഖാമുഖമുള്ള ഇരുത്തം സന്തോഷകരമാകുന്നത് അവിടെയാണ്. ഇനി യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവരുടെ മേൽ യതൂഫു അലൈഹിം, അവരുടെ മേൽ തവാഫ് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കും. വിൽദാനും മുഖല്ലദൂൻ, കുട്ടിത്തം വിടാത്ത ശാശ്വതമായ മക്കൾ എന്നാ നേരെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കുട്ടിത്തം വിടാത്ത മക്കൾ. മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ മുബഖൗന അബദൻ അലാ ശക്ലിൽ വിൽദാൻ ലാ യതഹവ്വലൂനാൻ, കുട്ടിപ്രായം വിടാത്ത എന്നും മൈനറായി നിലകൊള്ളുന്ന മക്കൾ. അതോൽക്ക് വിടൂല. എന്നും അവരെ കണ്ട മൈനറാ, എന്നും അവരെ കണ്ട കുട്ടികളാ. ആ കുട്ടികളുടെ അവസ്ഥയിലാണ് അവരെന്നുള്ളത്. അപ്പൊ ഇത് സ്വർഗത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്ത്? സ്വർഗാവകാശികൾക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുക. ഒരേ യൂണിഫോം ധരിച്ച, കാണാൻ നല്ല ചന്തമുള്ള നല്ല മക്കൾ. അത് കാണാൻ രസം തന്നെയാണ്. ചില ഹൈ ലെവൽ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരേ യൂണിഫോം ഇട്ട ഒരേ വലുപ്പത്തിലുള്ള ആളുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഹരാണ്. പക്ഷേ 1-2 ഡിമാൻഡ് ഉണ്ട് മാത്രം. അവർ ധരിച്ച വസ്ത്രം വൃത്തി വേണം, അതുപോലെ തന്നെ ഓലെ കാണാൻ കുറച്ചൊക്കെ കോലും വേണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചടച്ചു പോകും. അപ്പൊ ഈ മക്കളെക്കുറിച്ച് അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് അല്ലാഹു തആല അത് പറയുകയും ചെയ്തു. അവരുടെ പവർ, ആ മക്കൾ എങ്ങനെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. യതൂഫു അലൈഹിം ഗിൽമാനുൽ ഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. സൂറത്തു തൂർ 24. സൂറത്തു തൂർ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു ആ മക്കളുടെ പവർ. യതൂഫു അലൈഹിം വയതൂഫു അലൈഹിം ഗിൽമാൻ, അവരുടെ മേൽ ഗിൽമാനുൽ ലഹും, അവർക്ക് ഒത്താശ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഏതാനും പയ്യന്മാരിങ്ങനെ ഓടി നടക്കും. എന്താണ് അവരുടെ അവസ്ഥ? കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, ചിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള മക്കളാണ് എന്ന് പറഞ്ഞാൽ ആ മക്കളുടെ തിളക്കം, ആ മക്കളുടെ വൃത്തി രണ്ടും അതിന് സൂചിപ്പിക്കപ്പെട്ടു എന്നാ മഹാന്മാർ പറഞ്ഞത്. കവറിനുള്ളിലുള്ള മുത്ത് ചിപ്പി പൊട്ടിച്ചിട്ടേ ഇത് തൊടാൻ പറ്റൂ. അപ്പൊ ചിപ്പിക്കകത്തിരിക്കുമ്പോ ഈ മുത്തിന് നല്ല തിളക്കമുണ്ടാവും. ചിപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ, കവറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനുഷ്യന്റെ കൈ കൊണ്ട് ഉപയോഗം വന്നു. ഉപയോഗം വന്നാൽ കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡ് ആയി മാറി അതിന് കളങ്കം വരും. കളറിനൊക്കെ കോട്ടം തട്ടും, തിളക്കത്ത് കോട്ടം തട്ടും, തിളക്കം കുറയും, ഉപയോഗിച്ചതായി 2ാം നമ്പറായി. അതേ രൂപത്തിൽ തന്നെയാണ് അത് കാണാൻ അഴകു കുറയും. ഇതൊക്കെ ശരിയാണ്. അപ്പോ ഇതിനകത്തിരിക്കുമ്പോൾ നല്ല പരിശുദ്ധി ഉണ്ടാകും, സാധനത്തിന് നല്ല തിളക്കവും ഉണ്ടാവും. അപ്പൊ അതേ രൂപത്തിൽ നല്ല വൃത്തിയുള്ള, കാണാൻ നല്ല കോലമുള്ള മക്കൾ. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അല്ലാഹു തആല പറഞ്ഞു ഈ മക്കളാണ് നടക്കുന്നത്. ഈ മക്കൾ ആരാണ് എന്നതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ട വിഷയം. ആരാണ് ഈ സ്വർഗത്തിൽ ഓടി നടക്കുന്നത്?
ഈ മക്കൾ ആരാണ്? സ്വർഗത്തിൽ ഓടി നടക്കുന്ന ഈ മക്കൾ ആരായിരിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരാശയാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കളാകുമോ? ദുനിയാവിൽ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കൾ അവർ സ്വർഗത്തിൽ കടക്കും. അല്ല, അവർ സിറാത്ത് പാലത്തിന്റെ അടുത്ത് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് മത്സരിക്കും, റബ്ബിനോട് വാശി പിടിക്കും. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് വെറുതെ വേണ്ടാത്ത വാശിയുണ്ടാകും, ദുർവാശി പിടിക്കും. അവർ എൻ്റെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികൾ വലിയ ഭാഗ്യമാണ്. അവർ സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കും, എൻ്റെ മാതാപിതാക്കളെ എനിക്ക് വേണം. അല്ലാഹു തആല പറയും, മോനെ ഒരു വിധ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിട്ടു തന്നിരുന്നു, പക്ഷെ എൻ്റെ വാപ്പാനി ഇമ്മാനി അങ്ങനെ സ്വർഗത്തേക്ക് വിട്ടുതരാൻ പറ്റിയ സൈസ് അല്ല. കാരണം ഓല ആ നിലക്കല്ല ഓല് ജീവിച്ചത്. അതുകൊണ്ട് ഓല് നരകത്തേക്ക് പോയിക്കോട്ടെ, ഈ സ്വർഗത്ത് പോയിക്കോ. ഇവൻ പറയും, പടച്ചോനെ അത് പറയരുത്, എന്റെ മാതാപിതാക്കളെ നരകത്തിലേക്ക് വിടേ, എന്നാ ഞാനും നരകത്തേക്ക് പോയിക്കോളാം. ഈ കുട്ടി പറയും, എന്നാ പിന്നെ ഞാനും നരകത്തിലേക്ക് പോയിക്കോളാം. അപ്പൊ അല്ലാഹു തആല പറയും, അത് പറ്റൂല, ഈ നരകത്തേക്ക് പോകാൻ പറ്റൂല. കണ്ടങ്ങള് പതിനായിരക്കണക്കിന് കുറ്റവാളികൾ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടാലും, പതിനായിരക്കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കരുത്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ അലക്കി തേച്ച കാര്യങ്ങൾ പറയാറുള്ളത്. നമ്മുടെ മുദ്രാവാക്യം പലപ്പോഴും അങ്ങനെയാണ് അല്ലേ? നമ്മൾ ഭൂമിയിലും പറയാറുണ്ട് അങ്ങനെയൊക്കെ, നല്ല അലക്കി തേച്ച മുദ്രാവാക്യങ്ങൾ. പക്ഷെ നടപ്പിലാകാറില്ല എന്ന് മാത്രം. പതിനായിരക്കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ ഇന്നുള്ളതോ നേരെ തിരിച്ചാ, നിരപരാധികളെ ജയിലിൽ കഴിയുന്നുള്ളൂ, അല്ലാത്തവരൊക്കെ സുഖമായിട്ട് നാട്ടിലിറങ്ങി ഇങ്ങനെ നടക്കുക. കള്ളന്മാരും അഴിമതിക്കാരും ഒക്കെ സുഖമായിട്ട് നടക്കുക, അവർക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അള്ളാന്റെ അടുത്ത് ഇത് ശരിക്കും 100% ഫിറ്റാ. അല്ലാഹു തആല ഇത് ചെയ്യാതിരിക്കൂല. പടച്ച റബ്ബ്, അർഹമുറാഹിമായ റബ്ബ് ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കില്ല. ഒരു മെമ്പറെ പോലും ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുന്ന ലോകമല്ലാതെ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയും, ഈ ആയാലും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല കുട്ടിയെ, ഈ സ്വർഗത്തേക്ക് തന്നെ പോകണം. ഞാൻ സ്വർഗത്ത് പോകണം, എൻ്റെ ഉമ്മാനി വാപ്പാൻ വേണം. അപ്പോഴാണ് പിന്നെ അള്ളാഹു ഗതി മുട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിധം ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ വില രണ്ടാളും കൂടി പിടിച്ചിട്ട് സ്വർഗത്തേക്ക് ഒരു തള്ള കൊണ്ടുപോയിക്കോ, ഈ പോകൂലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ, കൊണ്ടുപോയിക്കോ. അതിനും വേണം എന്ത്, ഒരു വിധം പറ്റും. ഞാനിത് പറയാൻ കാരണം, കുറേ ആളുകൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ, ഉസ്താദെ 2 മരിച്ചിട്ടുണ്ട്, ഞാൻ കാട്ടിത്തരാന്നല്ലേ. അതിലാരും ഇരിക്കണ്ട. കാരണം ഈ ഹദീസ് പറയുന്നിടത്ത് മഹാന്മാരെ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മനസ്സ് മാറ്റാൻ അള്ളാഹുവിന് കഴിയും. ഓനെ സ്വർഗത്തേക്ക് വിടാനും വരെ നരകത്തേക്ക് വിടാനും ചെയ്ത ശിക്ഷ ശരിക്കും അനുഭവിച്ചു വരാനും ഒക്കെ കഴിയും. അപ്പൊ അള്ളാഹുവിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത കേസൊന്നുമല്ല. പക്ഷെ ഈ കുട്ടിയുടെ പക്ഷത്ത് ഒരല്പം അള്ളാഹു നിന്നു കൊടുക്കുന്ന പറഞ്ഞത്, അതിനും വേണം നമ്മൾ അതിന് പറ്റുക. തള്ളണമെങ്കിൽ തള്ളാൻ പറ്റണ്ടേ, അതിനും പറ്റാത്ത അവസ്ഥയിലായാൽ സംഗതി നടക്കൂല. അപ്പൊ അതും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടികളെ മാതാപിതാക്കളോടൊപ്പം ചേർക്കപ്പെടും. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബീമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും. സൂറത്തു തൂർ 21-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളായ മക്കൾ, മുഅ്മിനീങ്ങളുടെ മക്കൾ അവരെ മുഅ്മിനീങ്ങളോടൊപ്പം ചേർക്കപ്പെടും എന്ന് അല്ലാഹു പറഞ്ഞതാ. അപ്പൊ ഇവരൊരിക്കലും സ്വർഗത്തിലുള്ള സ്വർഗാവകാശികൾക്ക് ഒത്താശ ചെയ്ത് ഓടി നടക്കാൻ പറ്റില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞവരെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഗണ്ണിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റു മുഫസ്സിരീങ്ങളും അതിനെ ഗണ്ണിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ശക്തമായ ഭാഷയിൽ ഗണ്ണിക്കുന്നത് ഇമാം റാസിയാണ്. അതുകൊണ്ടാണ് പിന്നെ തെളിവ് സഹിതം ഖണ്ഡിച്ച് മുറിച്ചിടുന്ന ഒരു ശൈലിയായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ മാത്രം നമ്മൾ പരാമർശിക്കുന്നു എന്ന് മാത്രം. ഇമാം റാസി പറഞ്ഞു, ഇത് മുഅ്മിനീങ്ങളുടെ മക്കളാവാൻ സാധ്യതയില്ല. അവരവരെ വാപ്പാന്റെ ഒപ്പം, വാപ്പാരെ ഉമ്മാരെ കൂടെ അവർ സ്വർഗത്തിൽ സ്വർഗാനുഭൂതികൾ ആസ്വദിച്ച് കഴിഞ്ഞുകൂടും. പിന്നെ ഇവരാരാ? അവർ ഈ ഭൂമി ലോകത്തെ മക്കളാണെങ്കിൽ ഹൂറുലിങ്ങൾ എന്നതുപോലെ ഒരു പ്രത്യേക വിഭാഗം സ്വർഗീയ മക്കൾ. ഹൂറുലിങ്ങൾ പെടുത്തു പോയാലല്ലോ, അവിടെ അള്ളാഹു അതിനുവേണ്ടി സൃഷ്ടിച്ചു വെച്ചതാ. അതേ രൂപത്തിൽ കുറച്ച് സ്വർഗീയ പയ്യന്മാരെ വേണമെങ്കിൽ അള്ളാഹുവിന് സൃഷ്ടിക്കാം. അതാണ് നേരത്തെ ഞാൻ ഓതിയ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നതും. യതൂഫു അലൈഹിം വിൽദാനുൻ എന്നല്ല അവിടെ പറഞ്ഞത്, ഗിൽമാനുൻ ലഹും എന്നാണ്. വിൽദാൻ എന്ന് പറയുമ്പോഴേ ജന്മം കൊടുത്ത കുട്ടികളാകേണ്ടതുള്ളൂ, പ്രസവത്തിലൂടെ ഉണ്ടായ കുട്ടികളാവേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഏതാവാം, സ്വർഗത്തിലുള്ള സ്വർഗീയ പയ്യന്മാരാവാം എന്നും കൂടെ ഇമാം റാസി പറയുന്ന ആ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നത് അങ്ങനെ ആവാം. ഇനി അല്ല,
വിൽദാൻ എന്ന് പറഞ്ഞാൽ ജനിച്ച മക്കൾ എന്ന് തന്നെയാണ്, ജന്മം കൊടുത്തുണ്ടായ മക്കൾ എന്ന് തന്നെയാണെങ്കിൽ അതാരാവാനാ സാധ്യത? ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം റാസി പറയുന്നു അത് കുഫാറുകളുടെ മക്കളായിരിക്കും. കാരണം ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഔലാദുൽ കുഫാർ ഖുദ്ദാമു അഹ്ലിൽ ജന്ന സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു കുഫാരിങ്ങളുടെ ചെറിയ മക്കൾ, അവര് തെറ്റും ചെയ്തിട്ടില്ലല്ലോ, മരിച്ച ഉടനെ മരിച്ചുപോയ, പ്രസവിച്ച ഉടനെ മരിച്ചുപോയ ചെറിയ മക്കൾ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ ആ ചെറിയ മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? ഉമ്മി ബാപ്പി അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ ആയി എന്ന് മാത്രമേ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അവർ സ്വർഗത്തിന് സ്വർഗാവകാശികൾക്ക് ഒത്താശ ചെയ്ത് നടക്കും. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ അത് നമുക്ക് അംഗീകരിക്കാമെന്ന് ഇമാം റാസി പറയുന്നു. എങ്ങനെയും ആവാം, അതിലിപ്പോൾ നമുക്ക് വിഷയമല്ല, അത് എങ്ങനെയായാലും സംഗതി ഉണ്ടാകും. നല്ല വൃത്തിയുള്ള നല്ല ഡ്രസ്സ് ധരിച്ച, ഡ്രസ്സിങ് നടത്തിയ ആ മക്കൾ ഇങ്ങനെ ഓടി നടക്കും, എന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ ഓടി ഓടി വരും. മാത്രമല്ല ഒരു കാര്യവും കൂടെ ചിന്തിക്കണം. ഇമാം റാസി പറയുന്നു മക്കളില്ലാത്ത മക്കളില്ലാത്ത മനുഷ്യന്മാരില്ലേ ഇവിടെ, അവർക്കും വേണ്ടേ ഈ സന്താനങ്ങൾ? അപ്പൊ സ്വന്തം മക്കളല്ല, വേറെ വിഭാഗമാണ് എന്ന കാര്യം ഉറപ്പാണ്. സ്വാലിഹീങ്ങളായ മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ഒന്നിരിക്കൽ അവിശ്വാസികളുടെ മക്കൾ, അപ്പൊ അവരും ഉണ്ടാകും. റസൂലുള്ളാഹി ഹദീസിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്, അവിശ്വാസികളുടെ മക്കളും ഉണ്ടാകും. വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വർഗീയ പയ്യന്മാരെന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഭാഗവും അള്ളാഹു സൃഷ്ടിച്ചേക്കാം. ഏതുപോലെ സ്വർഗത്തിൽ സ്വർഗീയ തരുണിമണികൾ മാത്രമല്ലല്ലോ, ഇഹലോക തരുണികളുമുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ വിഷയം തന്നെ അതാണ്, സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. കാരണം നമ്മുടെ ഈ CD പുറത്തു പോകാനുള്ളത് കൊണ്ട് എന്തായാലും അതൊന്ന് പറയണമെന്നുണ്ട്. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ അതാകണമെങ്കിൽ കുറച്ച് പണിയുണ്ട് എന്ന് മാത്രം. ഈ ലോകത്ത് സ്വർഗത്തിലെ ഹൂറുലിങ്ങളെ വെല്ലുന്ന രൂപത്തിൽ ലോകത്തെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കിട്ടും സ്വർഗത്തിൽ. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട് പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾക്കും പണിയുണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ അന്ന് പറയും. ആ വിഷയത്തിൽ അസ്ഹാബുൽ യമീൻ പരാമർശിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പറയും ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബൻ ലി അസ്ഹാബിൽ യമീൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ അവിടെ വെച്ച് പറയാം. എന്നിട്ട് ഇവർ കറങ്ങുന്നത് എന്തുമായിട്ടാ? ബി അക്വാബിൻ വ അബാരിഖ വ കഅസിം മിൻ മഈൻ. ഇവർ കറങ്ങുന്നത് ബി അക്വാബിൻ, ജഗ്ഗുകളുണ്ട്, ജവനപാത്രങ്ങളുണ്ട്, ശുദ്ധമായ കള്ളിന്റെ കപ്പുകളും ഗ്ലാസുകളുമുണ്ട് കയ്യിൽ. ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കും. പറഞ്ഞതിന്റെ ആശയം വ്യത്യസ്തങ്ങളായ പാനപാത്രങ്ങൾ കൊണ്ട് അവരിങ്ങനെ നടക്കും.